ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ ശൂനായ നോമ്പിൽ കൂടി നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ശൂനായ നോമ്പിൽ അതിശ്രേഷ്ഠയായ പരിശുദ്ധ ദൈവമാതാവായ കന്യകമറിയാമിനെ പറ്റി നമുക്ക് അല്പം ചിന്തിച്ചു നോക്കാം. വിശുദ്ധിയുടെ സുഗന്ധം അനുസ്യൂതം പ്രവഹിച്ചു കൊണ്ടിരുന്ന നിർമ്മലയായ സ്വർഗീയ പനിനീർ പുഷ്പമാണ് പരിശുദ്ധ കന്യകമറിയാം. ദൈവപുത്രന്റെ അമ്മയാകാനുള്ള ആ ദിവ്യ നിയോഗം എത്രയോ ദാസീഭാവത്തോടെയാണ് ആ അമ്മ സ്വീകരിച്ചത്. കന്യകമറിയാമിൻ്റെ ജീവിതം സ്വയം എത്രയോ കൈപ്പേറിയതായിരുന്നു, പക്ഷേ അനേകർക്ക് മാധുര്യം പകരുന്നതായിരുന്നു. പരിശുദ്ധ സഭ കന്യകമറിയാമിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് നൽകുന്നത്. രണ്ടാം സ്വർഗമായും അഹ്റോന്റെ തളിർത്ത വടിയായും മന്ന ഇട്ടുവെച്ച പൊൻചപ്പായും ഒക്കെ അമ്മയെ കണക്കാക്കുന്നു. വിശുദ്ധരിൽ പ്രഥമ സ്ഥാനമാണ് കന്യകമറിയാമിന് നൽകുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിൽ ഗബ്രിയേൽ ദൂതൻ കന്യകമറിയാമിനോട് ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ ജനനത്തെ പറ്റിയുള്ള ആ സത്വാർത്ത നൽകുന്നതായ സമയത്തും ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന്. ഒരുപക്ഷെ യേശുതമ്പുരാന്റെ ജനനത്തിന് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മയിൽ ഉളവാക്കപ്പെട്ട ഈ തീവ്ര വിശ്വാസത്തിൻ്റെ കനലായിരുന്നിരിക്കാം പിന്നീടുള്ള ജീവിതത്തിലെല്ലാം ധൈര്യം നൽകുവാൻ പരിശുദ്ധ മാതാവിനെ ബലപ്പെടുത്തിയത്. ഉന്നത മൂല്യങ്ങളുടെ വിളഭൂമിയായിരുന്നു പരിശുദ്ധ അമ്മ. കനിവിൻ്റെ ഉറവിടമായിരുന്നു പരിശുദ്ധ ദൈവമാതാവ്. ആകാശത്തിലും ഭൂമിയിലും ഒതുങ്ങാത്ത സർവശക്തനായ ദൈവത്തെ തൻ്റെ പരിശുദ്ധമായ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മ നിയോഗത്താൽ ഉൾക്കൊണ്ട രണ്ടാമത്തെ ഹൗവയാകുന്നു പരിശുദ്ധ ദൈവമാതാവ്. ആകാശത്തിലും ഭൂമിയിലും കാര്യനിവൃത്തികൾക്ക് പ്രാപ്തി ലഭിക്കപ്പെട്ടവളായ പരിശുദ്ധ അമ്മ സ്നേഹത്തിൻ്റെ മാതാവും വിനയത്തിൻ്റെ മൂർത്തിഭാവവുമാകുന്നു. പരിശുദ്ധ അമ്മ അഗ്നി പോലെ പരിശുദ്ധവും വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവയുടെ മാതൃകയുമാകുന്നു. അന്ധകാരത്തിലും മരണനിഴലിലും ഇരുന്നവരെ പ്രകാശിപ്പിക്കേണ്ടതിന് ആകാശം ചായ്ച്ചിറങ്ങിയ സ്വർഗീയ വെളിച്ചമാകുന്ന മിശിഹായെ ലോകത്തിന് വെളിവാക്കിയ ദീപത്തണ്ടായ വിശുദ്ധ മറിയാമിനെ കത്തിജ്വലിക്കുന്ന മെഴുകുതിരിയായി പിതാക്കന്മാർ പഠിപ്പിച്ചു. ജീവിത വിശുദ്ധി കൊണ്ടും ആത്മസമർപ്പണം കൊണ്ടും പ്രവൃത്തി ചൈതന്യം കൊണ്ടും ജീവിതം ധന്യമാക്കിയ പരിശുദ്ധ അമ്മയുടെ മാതൃക നമുക്ക് ഏവർക്കും അനുകരിക്കാവുന്നതാണ്. വചനപ്പിനാൽ വിശുദ്ധീകരണം പ്രാപിച്ച ശരീരത്തിൻ്റെയും ദൈവപുത്രനായ ക്രിസ്തു യേശുവിൻ്റെയും രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ആ ആത്മാവിൻ്റെയും ഉടമ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്വയം താഴ്ത്തിക്കൊടുത്തിയ പുണ്യജാത. അമ്മയുടെ മധ്യസ്ഥയും പ്രാർത്ഥനയും നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ശൂനോയോ അല്ലെങ്കിൽ വാങ്ങിപ്പ് പെരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.